കുന്നിച്ചുവ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഗാച്ചിയക്കൂട്ട് എന്ന് പറഞ്ഞ ആനിമി സീരീസിന്റെ എപ്പിസോഡ് 2 ആണ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട. പിന്നെ എല്ലാ തിങ്കളാഴ്ചകളിലായിരിക്കും ഗാച്ചിയക്കൂട്ടയുടെ വീഡിയോസ് ഒക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നത്. കാര്യം ഇതൊരു വീക്ക്ലി എപ്പിസോഡ് കൂടിയാണ്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ റോഡോ അവന്റെ ജീവനും കൊണ്ട് ഓടുവാണ്. കാരണം ആ മോൺസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ അവന്റെ പുറകെ ഉണ്ട്. അത് മാത്രമല്ല റോഡോയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാര്യം അതുപോലത്തെ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവനാട്ടെ തെന്നി വീണിട്ട് പറയുന്നുണ്ട്, നായകളെ നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരും, നീയൊക്കെ എന്നെ നരകത്തിലേക്കല്ല അയച്ചത്, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നു പറയാൻ നിർത്താണ് അവൻ നിന്നിരുന്ന ആ ഒരു സ്ഥലം പൊട്ടി താഴത്തേക്ക് വീഴുന്നത്. അവനാട്ടെ താഴത്തേക്ക് വീണിട്ടുണ്ട്. ഈ സ്ഥലം ഇവിടെ എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്വാസം മുട്ടി ഞാൻ മരിക്കുന്നതാണ്. കാരണം അത്രത്തോളം മോശമാണ് ഇവിടുത്തെ എയർ. രക്ഷപ്പെടണം, എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ തല ഉയർത്തി നോക്കാൻ നിർത്താണ് ശരിക്കും ഞെട്ടിപ്പോയത്. കാര്യം നോക്കത്ത ദൂരത്ത് ഈ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് രക്ഷപ്പെടാനാ? ഇത് ശരിക്കും ഒരു നരകം തന്നെയാണ്. ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോകാനെന്ന് പറയാൻ നേരത്താണ് അവൻ ചോരൊക്കെ ഛർദ്ദിച്ച് നേരെ താഴത്തേക്ക് വീഴുന്നത്. ഇത് കേട്ട് അവിടെയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. അവന് ഉറപ്പായിരുന്നു ഇത് അവൻ്റെ അവസാന നിമിഷമാണെന്ന്. ഇനി ഒന്നും തന്നെ അവന് ചെയ്യാനും കഴിയത്തില്ല. ആ സമയത്താണ് റെക്ടോയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് കാണുന്നിടത്ത് അവന് ദേഷ്യം വരും. എനിക്ക് കൊല്ലണം. റെക്ടോനെ കൊന്നവൻ ഇപ്പോഴും അവിടെ ജീവനോടെ തന്നെ ഉണ്ട്. അവനെനിക്ക് കൊല്ലണം. അവരെ എല്ലാവരും ഞാൻ കാണിച്ചു കൊടുക്കണം. സോ അതുവരെയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുന്നിലേക്ക് പതുക്കെ എഴഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് കൈ പിടിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ദൂരെ നിന്നുകൊണ്ട് ഒരുത്തൻ ഇവനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റൂഡോ ആ മോൺസ്റ്റേഴ്സായിട്ട് ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവൻ നേരെ മാറുന്നുണ്ട്. പക്ഷെ അവരുടെ പവർ എന്ന് പറയുന്നത് അത്യാവശ്യം ഇവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. എന്നാലും അവൻ അത്യാവശ്യം തന്നെ ആ മോൺസ്റ്റേഴ്സിനൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവസാനം അവൻ ഓരോരുത്തരായിട്ട് ഡിഫീറ്റ് ചെയ്ത് അവസാനത്തെ ആ ഒരു മോൺസ്റ്ററിനെ അവൻ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് ആ മോൺസ്റ്റേഴ്സൊക്കെ വീണ്ടും അവിടെ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ തുടങ്ങി. റോഡോയ്ക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുമ്പിലേക്ക് ഓടാൻ തുടങ്ങി. ജീവനും കൊണ്ട് ഓടുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ ഒരു മോൺസ്റ്റർ ചെയ്ത ഒരു അറ്റാക്ക് കൊണ്ടുള്ള ഷോക്ക് റോഡോയുടെ മേത്ത് വന്ന് വീട് അവൻ നേരെ തെറിച്ച് താഴത്തേക്ക് വീഴുവാണ്. എന്നാൽ പിന്നെ അവൻ കണ്ണ് തുറക്കാൻ നിർത്ത് അവൻ്റെ മുമ്പിൽ ഒരുത്തനുണ്ടായിരുന്നു. അത് ആരാന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. അവനായിട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. റൂഡോനെ പൊക്കിയെടുത്തിട്ട് അവൻ്റെ മുഖത്തും ഒരു മാസ്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് റൂഡോയ്ക്ക് മര്യാദയ്ക്ക് ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റാൻ തുടങ്ങിയത്. ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ആ മോൺസ്റ്റേഴ്സൊക്കെ എന്താണ്? മിണ്ടരുത്. ഈ സ്ഥലം ഏതാണ്? ഞാനിപ്പോൾ എവിടെയാണ്? അണ്ടർവേൾഡിലാണുള്ളത്. നിന്നോടല്ലേ ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞത്. എന്ത് മിണ്ടരുതെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂഡോ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. നിന്നോട് പല തവണ പറഞ്ഞില്ലേ മിണ്ടരുതെന്ന്. ഇത് അണ്ടർവേൾഡ് ഒന്നുമില്ല, ഇത് എബോ ഗ്രൗണ്ടാണ്. നിന്നെ പോലുള്ള നായകൾ മുകളിൽ നിന്ന് വേസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വേസ്റ്റ് വന്ന് കിടക്കുന്നത്. ആ ഒരു വേസ്റ്റിൽ നിന്നാണ് നീ കാണുന്ന ഈ ട്രാഷ് മോൺസ്റ്റേഴ്സും ഉണ്ടായിട്ടുള്ളത്. നിനക്ക് എന്തെങ്കിലും അറിയാവാ? അവരായിട്ട് നമ്മുടെ ശബ്ദം കേട്ടാണ് ഇവിടേക്ക് വരുന്നത്. നീ ഒറ്റൊരുത്തൻ കാരണം ഇപ്പതേ അവർ നമ്മളെ സ്പോട്ട് ചെയ്യുകയും ചെയ്തു. നിനക്ക് എന്തെങ്കിലും കോപ്പറിയാവാ? ഒരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് മിണ്ടരുതെന്ന്. എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവൻ്റെ അമ്പർല എടുത്ത് നിവർത്തുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു അതിന് എന്തൊക്കെ സംഭവിച്ചിട്ട് അതിൻ്റെ രൂപം തന്നെ മാറുന്നത്. പെട്ടെന്ന് ആ മോൺസ്റ്റർ ഇവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും ആ അംബ്രല്ല കൊണ്ട് അത് ഡിഫെൻഡ് ചെയ്ത് ആ മോൺസ്റ്ററിനെ തന്നെ അങ്ങോട്ട് കൊന്നു കളയുന്നുണ്ട്. പക്ഷേ ഇത്തവണ ആ മോൺസ്റ്ററിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. റൂഡോയ്ക്ക് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. ആ അംബ്രല്ലയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് മനസ്സിലായാൽ അതെങ്ങനെയാണ് ഈ രൂപം മാറിയെന്നും അവന് മനസ്സിലാകുന്നില്ല. അടുത്ത നിമിഷം തന്നെ കുറച്ചധികം മോൺസ്റ്റേഴ്സ് അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരു ഞൊടിയിടയിൽ നിമിഷ നേരം കൊണ്ട് തന്നെ അവനവിടെ ഉണ്ടാകുന്ന എല്ലാ മോൺസ്റ്റേഴ്സിനെയും വൈപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ പവർ ഇതാണ് എനിക്ക് വേണ്ടത്. ഇതുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ആ നാറുകളെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഞാൻ ആരാണെന്ന്. അങ്ങനെ അവസാനം അവനായിട്ട് ബോസ് മോൺസ്റ്ററുമായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ പുള്ളിക്കാരൻ അതും വളരെ സിമ്പിളായിട്ട് തന്നെ തൻ്റെ ഒരു ഫൈനൽ അറ്റാക്ക് കൊണ്ട് ആ ഒരു ബോസ് മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ നടന്ന് റൂഡോയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നീ ആരാണ്? നിനക്കെങ്ങനെയാണ് അതൊക്കെ സാധ്യമായത്? അവൻ നേരെ ആ മാസ്ക് ഊരിട്ട് പറയുന്നുണ്ട്, എൻ്റെ പേര് എജിൻ എന്നാണ്, ഞാനൊരു ക്ലീനറാണ്. പക്ഷെ പെട്ടെന്നായിരുന്നു എജിന് ശ്വാസം മുട്ടുന്നത്. കാര്യം അത്രത്തോളം പോയിസണസ് ഉള്ള എയർ ആണ് അവിടെ ഉള്ളത്. പുള്ളിക്കാൻ അതെടുത്ത് വെക്കുന്നുണ്ട്. ആ സമയത്താട്ടെ നമ്മുടെ റൂഡോയുടെ ബോധം പോയി അവൻ നേരെ താഴത്തേക്ക് വീഴുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റെക്ടോനാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, റൂഡോ, നമ്മുടെ ചുറ്റിനുള്ള പല വസ്തുക്കൾക്കും ഒരു സോളുണ്ട്. ആ സോളിനെ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് അതുമായിട്ട് ഒത്തിറങ്ങി പോകാൻ സാധിക്കും. അത് നിനക്ക് അതിനെയും സഹായിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അവൻ കണ്ണു തുറക്കാൻ നേരത്ത് അവൻ നോക്കാൻ നേരത്ത് അവനെ കെട്ടിയിട്ടിരിക്കുവാണ്. നമ്മുടെ എജിനാട്ടെ അവനെ കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാണ്. നീ എന്തിനാണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? ഒന്ന് മിണ്ടാതിരിക്കട പയ്യ, നിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ,
ഒന്നുമില്ലെങ്കിലും നിന്റെ ബോധം പോയപ്പോൾ ഞാൻ നിന്നെ എൻ്റെ കൂടെ കൂട്ടിയതാണ്, അത് മാത്രമാണ്. വിട്, എന്നെ അഴിച്ചു വിട്, എനിക്ക് എത്ര പെട്ടെന്ന് തിരിച്ചു പോകണം, എനിക്ക് അവിടേക്ക് തിരിച്ചു പോകണം. എവിടേക്ക്? സ്പിയറിലേക്കോ? എടാ ഞാനൊന്ന് പറയട്ടെ, നീ വന്ന സ്ഥലത്തിൻ്റെ പേരാണ് സ്പിയർ. അവിടേക്ക് തിരിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല, അതിപ്പോൾ പോസിബിളും അല്ല. എന്ത് കോപ്പാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. നീയല്ലേ ഇപ്പോൾ പറഞ്ഞ അത് പോസിബിൾ അല്ലല്ലോ, അതിനർത്ഥം അത് ഇമ്പോസിബിൾ അല്ലെന്നല്ലേ? ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു പോകും. അതിനു മുമ്പ് ഈ ലോകം എന്താണ്, നിന്റെ പവർ എന്താണ്, ഇവിടെയുള്ള മോൺസ്റ്റേഴ്സ് എന്താണ്, എല്ലാം എന്നോട് പറ. എനിക്കറിഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്കത് അറിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. ആ സ്പിയറിലുള്ള ഒരു നായ്ക്കളെ പോലും ഞാൻ വെറുതെ വിടുന്നതല്ല, ഒരുത്തനെ ഞാൻ വെറുതെ വിടുന്നതല്ല. സോ നിനക്കറിയണമല്ലേ ഈ സ്ഥലം എന്താണെന്ന്, ഈ ഗ്രൗണ്ട് എന്താണെന്ന്? ഓക്കെ, ഞാൻ നിന്നെ കാണിച്ചു തരാം, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. എന്നിട്ട് അവനെയും വലിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. എന്നിട്ട് എജിനാട്ടെ അവൻ അവിടെ കൊണ്ടിട്ട് പറയുന്നുണ്ട്, ഇനി എന്തായാലും നമുക്ക് പിന്നെ കാണാം. അല്ല, നീ എന്താണ് ഒന്നും പറയാതെ പോകുന്നത്, ഞാനിത് എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് എജിനോട് നിന്ന് പോയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ചധികം മാസ്ക് വെച്ചാൽ കുറച്ചധികം പേര് അവിടേക്ക് വന്നിട്ടുണ്ട്. അതൊരു പയ്യനല്ലേ? അതുമല്ല, അവന് ജീവനുണ്ടല്ലോ. അവൻ്റെ ഉടുപ്പൊക്കെ കണ്ടിട്ട് അവൻ സ്പീഡിൽ നിന്ന് വന്ന പോലെയുണ്ട്. എന്നിട്ട് ഒരുത്തൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നീ എവിടെ നിന്നാണ് വന്നത്? ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക്. നീ സ്പീഡിൽ നിന്ന് വന്നല്ലേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരുടെ മാസ്ക് ഒക്കെ ഊരിട്ട് റൂഡറുടെ ചുറ്റിനും അവർ വന്ന് കൂടുന്നുണ്ട്. നീ സ്പീഡിൽ നിന്ന് വന്നതാണോ? സോ നീ ഞങ്ങളുടെ ലാംഗ്വേജ് ആണല്ലേ സംസാരിക്കുന്നത്? ഞങ്ങൾ ആദ്യമായിട്ടാണ് ജീവനുള്ള സ്പീഡിൽ നിന്നുള്ള ഒരാളെ കാണുന്നത്. ഞങ്ങൾ നോർമലി നിങ്ങളുടെ ശവമാണ് കാണാറുള്ളത്. അല്ല, നിന്നെ ആരാണ് ഈ കെട്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ആ ചങ്ങലിൽ കയറി പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് റൂഡോ മനസ്സിൽ പറയുന്നുണ്ട്, ഇവർ എജിനെക്കാട്ടും പാവങ്ങളാണല്ലോ. എന്നാൽ അടുത്ത സെക്കൻഡ് റൂഡോനെ അതിനകത്തുള്ള ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുവാണ്. റൂഡോന്റെ കൈയും കാലും എല്ലാം ഇത്തവണ കെട്ടിയിട്ടിരിക്കുവാണ്. അവൻ എന്താണ് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. എടാ നായകളെ, നീയൊക്കെ കാരണം ഞങ്ങൾ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്നറിയാവോ? നീയൊക്കെ മുകളിൽ നിന്നിരുന്ന വേസ്റ്റ് കാരണം ഇവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ടായി, ഇവിടെ ട്രാഷ് ഉണ്ടായി, ഇവിടുത്തെ എയറൊക്കെ പൊല്യൂട്ടഡായി. ഒരു ദിവസം തള്ളി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കൊക്കെ എന്തെങ്കിലും അറിയാവാ? നീ സ്പിയറിൽ നിന്നായതുകൊണ്ട് തന്നെ നിന്റെ കണ്ണിനും കാലിനും കൈക്കും എല്ലാത്തിനും നല്ല വില കിട്ടും. നിന്നെ ഞങ്ങളങ്ങ് വിൽക്കാൻ പോകുവാടാ. അതിനു മുമ്പ് നിനക്ക് ഈ വേസ്റ്റൊക്കെ ഒന്ന് കാണുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം വേസ്റ്റ് അവൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് അതെല്ലാം റൂഡോടെ വായിലേക്ക് തള്ളിക്കയറ്റുവാണ്. നീയൊക്കെ ഇട്ട് തരുന്ന വേസ്റ്റാണ് ഇതൊക്കെ, കഴിക്കെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ വായിലേക്ക് തള്ളിക്കയറ്റുവാണ്. ചുരുക്കം പറഞ്ഞാൽ റൂഡോനെ അവർ നന്നായിട്ട് തന്നെ ഫിസിക്കലി ഹറാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ കിടന്നൊരു വേസ്റ്റ് കഷ്ണം എടുത്ത് റൂഡോയുടെ വായിലേക്ക് അവൻ തള്ളിക്കയറ്റി അടുത്ത സെക്കൻഡ് തന്നെ റൂഡോ അവൻ്റെ വിരലങ്ങോട്ട് കടിച്ച് പറിച്ചെടുത്ത് അതങ്ങോട്ട് കഴിക്കും. ഈ സമയത്ത് അവനങ്ങോട്ടെ ബാക്കിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. എന്ത് പറയും ചെയ്യും, നിന്നോടൊക്കെ ആദ്യം പറഞ്ഞ് ഇത് കഴിക്കാൻ പറ്റത്തില്ലെന്ന്. ഇത് ട്രാഷൊന്നുമല്ല, ഇത് എപ്പോഴും കഴിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് റൂഡോ അവിടെയുള്ള വേസ്റ്റൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് സ്പിയർ, ഗ്രൗണ്ട്, ട്രാഷ്, ട്രൈബ്, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നീയൊക്കെ ആരാടാ? ഈ സമയത്ത് റൂഡോയുടെ കയ്യിൽ നിന്ന് ഒരു മാജിക് പവർ അവിടേക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ആ ചങ്ങലൊക്കെ അവൻ പൊട്ടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിനക്കൊക്കെ തോന്നിയ പോലെ ട്രീറ്റ് ചെയ്യേണ്ട ഒരാളല്ലാടാ ഞാനെന്ന് പറഞ്ഞിട്ട് റൂഡ് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് എജിനായിട്ട് ദൂരത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു അവന് ആ ഒരു എനർജി ഉണ്ടെന്ന്. ഈ സമയത്ത് റൂഡോൻ്റെ ചുറ്റിനുള്ള പല സാധനങ്ങളും മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അതായത് റൂഡോയുടെ മനസ്സിലേക്ക് റെക്ടോൻ്റെ വാക്കുകളാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു വസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ സോളിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരിച്ചു അവനെ സഹായിക്കുമെന്ന്. അങ്ങനെ അവിടെയുള്ള പല പല വസ്തുക്കളും മുകളിലേക്ക് ഉയരുന്നുണ്ട്. എന്നിട്ട് റൂഡോ അവിടെയുള്ള ഒരു ചങ്ങല കയറി പിടിച്ച് ആ ചങ്ങലയുടെ പവർ അങ്ങോട്ട് കൊടുത്ത് അതിൻ്റെ രൂപം തന്നെ മാറ്റുന്നുണ്ട്. ഇത് കാണുന്ന അവർ പറയുന്നുണ്ട്, ഇതെങ്ങനെ സാധ്യമായി? സ്പിയറിൽ നിന്നുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഈ സമയത്ത് എജിൻ പറയുന്നുണ്ട്, വസ്തുക്കൾക്ക് ജീവനും അവരുടെ പവർ സ്വന്തമാക്കാനും കഴിയുന്നവരെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഗിവേഴ്സ്. ഈ സമയത്ത് അവന്മാർ കിടന്ന് കാർന്നുണ്ട്, കൊല്ലവനെ. അവനൊരിക്കലും ആ വസ്തുക്കളെ പിടിക്കാത്ത സമയത്ത് അവനൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ നേരെ അവനെ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. റൂഡോയുടെ കാലുണ്ടാകുന്ന ആ ചങ്ങല അതിലൊരുത്തൻ തട്ടി മാറ്റുന്നുണ്ട്. ആ സമയത്താണ് റൂഡോ അവിടെ ഉണ്ടായിരുന്ന ഒരു ടയറിൽ കയറി പിടിക്കുന്നത്. ഇത് കാണുന്നിടത്ത് എജി അവൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് അവന് കിടന്ന് കാർന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമായി? അവന് ഒരു സമയത്ത് 2 പവർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ റൂഡോ ആ ഒരു ടയറിനെ ഒരു മോൺസ്റ്റർ ടയറാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ ചുറ്റിനുള്ള എല്ലാവരും തന്നെ റൂഡോ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. അവസാനം ആ ഫ്രണ്ടിൽ താഴെ വീണ് കിടന്ന അവൻ്റെ അടുത്തേക്ക് പതുക്കെ നടന്നു പോകുവാണ്. എന്നിട്ട് റൂഡോ പെട്ടെന്ന് ഒരു വെപ്പനെടുത്ത് അവനെ കുത്തി കൊല്ലാൻ വേണ്ടി പോയപ്പോഴാണ് എജി എവിടേക്ക് ഒന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നത്, എന്തായാലും ഇത് മതി. പെട്ടെന്നായിരുന്നു റൂഡോയ്ക്ക് അവൻ്റെ ബോധം തിരിച്ചു കിട്ടിയത്. പെട്ടെന്ന് തന്നെ അവൻ്റെ പവേഴ്സൊക്കെ പോയി എല്ലാം താഴത്തേക്ക് വീഴുന്നുണ്ട്. നിന്റെ പേര് എജിനെന്നല്ലായിരുന്നു. ഞാനിവിടെ എന്താണ് ചെയ്തത്? എനിക്ക് എന്താണ് സംഭവിച്ചത്? നീ പേടിക്കണ്ട, ഒന്നും തന്നെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നിയായിരുന്നു നിൻ്റെ ഉള്ളിൽ ഈ ഒരു പവർ ഉണ്ടെന്ന്. അതിനുവേണ്ടി നിന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്.
ഇനി ഞാൻ നിന്നോട് എല്ലാം തന്നെ പറയാം, നിന്റെ പവർ എന്താണ്, ഈ ലോകം എന്താണ്, എല്ലാം തന്നെ. പക്ഷെ അതിന് പകരമായിട്ട് നീ ഞങ്ങളുടെ കൂടെ ക്ലീനേഴ്സിലേക്ക് ചേരണം. കാര്യം ക്ലീനേഴ്സിൽ നിന്നെ പോലുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷെ ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഗാച്ചിയക്കോട ഒരു വീക്ക്ലി എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലായിരിക്കും ഗാച്ചിയക്കോടയുടെ എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി എന്തായാലും ഗാച്ചിയക്കോടയുടെ മറ്റൊരു എപ്പിസോഡായിട്ട് അടുത്ത തിങ്കളാഴ്ച കാണാം.